നമസ്കാരം. ബി.ജെ.പിയുടെ കേരളത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം നിസ്സാരമായാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മാർച്ചോടെ ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുമെന്ന് കേട്ടതായും പറഞ്ഞു. അതാകട്ടെ 5 വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രന് പകരക്കാരനെ കണ്ടെത്തുന്നതിനുള്ള പുതിയ ഊഹാപോഹത്തിന് വഴിതെളിച്ചു. എന്നാൽ ഇത് വെറുതെ പറഞ്ഞതാണോ അതോ കാര്യമായിട്ട് പറഞ്ഞതാണോ എന്നതിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സംസ്ഥാനത്ത് അടുത്തിടെ ബി.ജെ.പി. സംഘടന പുനഃസംഘടന നടത്തുകയും 30 സംഘടന ജില്ലാ പ്രസിഡന്റുമാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. പാർട്ടിക്ക് മുമ്പ് 14 ജില്ലാ പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നത്. നവംബറിൽ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ മോശം പ്രകടനം സുരേന്ദ്രനെ മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. എന്നാൽ അത് ഉടൻ തന്നെ അവസാനിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ചർച്ചകൾ വീണ്ടും ഉയർന്നിട്ടുണ്ട്. സുരേന്ദ്രന് പകരം പുതിയൊരു പ്രസിഡന്റ് വരാൻ സാധ്യതയുണ്ടെന്ന് പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ പറയുകയും ചെയ്തു. ബി.ജെ.പി. പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ചന്ദ്രശേഖറും ഉൾപ്പെടുമെന്ന് ബി.ജെ.പി. നേതാക്കൾ മുന്നേ പറഞ്ഞിരുന്നു. മുതിർന്ന നേതാവ് എം.ഡി. രമേശാണ് മറ്റൊരു സാധ്യതയുള്ള സ്ഥാനാർത്ഥി. സാധ്യത വളരെ കുറവാണെങ്കിലും വി. മുരളീധരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളും ഉയർന്നു വരുന്നുണ്ടെന്ന് പാർട്ടിക്കാർ തന്നെ പറയുന്നുമുണ്ട്. ഈ 4 പേരിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ചന്ദ്രശേഖറാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് പരിചയമില്ലെങ്കിലും സംരംഭകനായി മാറിയ രാഷ്ട്രീയക്കാരൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി.ജെ.പി. കേഡർമാർക്കിടയിൽ ഒരു താരമായി ഉയർന്നു വന്നു. അതിൽ കോൺഗ്രസിന്റെ ശശി തരൂരിനെ ഭയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2019 കടുത്ത പോരാട്ടത്തിൽ ബി.ജെ.പി. നേതാവ് തരൂരിന്റെ വിജയഭൂരിപക്ഷം 99,989 നിന്ന് 16,077 വോട്ടുകളായി പരിമിതപ്പെടുത്തി. എന്നാൽ നിലവിലുള്ള പാർട്ടി പ്രസിഡന്റുമാർ 3 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെങ്കിൽ കുറഞ്ഞത് 19 സംസ്ഥാനങ്ങളിലെങ്കിലും പാർട്ടി പുനഃസംഘടന പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ മാസം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും. ഇതുവരെ 13 സംസ്ഥാനങ്ങളിൽ മാത്രമേ പാർട്ടി പുനഃസംഘടന നടത്തിയിട്ടുള്ളൂ. മാറ്റം വരുത്തേണ്ട 6 സംസ്ഥാനങ്ങളിൽ കേരളവും ഉൾപ്പെടാം. അവിടെയാണ് ചന്ദ്രശേഖറിന്റെ പരാമർശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. എന്നാൽ സുരേന്ദ്രനെ മാറ്റേണ്ടി വന്നാൽ വി. മുരളീധരനെ പോലുള്ള പരിചയസമ്പന്നനായ ഒരാളെ സംസ്ഥാന മേധാവിയായി തിരികെ കൊണ്ടുവരണമെന്ന് RSS ആവശ്യമുന്നയിച്ചിരുന്നു. സുരേന്ദ്രൻ സ്ഥാനമൊഴിയുമ്പോൾ അടുത്ത സ്ഥാനക്കാരനായി ബി.ജെ.പി. നിരീക്ഷകൻ എം.ഡി. രമേശിനെയാണ് പരിഗണിച്ചിരുന്നതെങ്കിലും ഈ നേതാവിനെതിരെ അടുത്തിടെ വീണ്ടും കൈക്കൂലി ആരോപണം ഉയർന്നു വന്നിട്ടുള്ളതിനാൽ അധ്യക്ഷനാവാൻ സാധിക്കില്ല. ഇനി ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ അവരുടെ തുറന്നു പറച്ചിലുകളും വിവാദങ്ങളിൽ ഉൾപ്പെടുന്നതും അവരുടെ അവസരങ്ങൾക്ക് തടസ്സമായേക്കാം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.